നല്ല പച്ചമാങ്ങ. ഇതൊക്കെ ഞങ്ങളെ കുട്ടിക്കാലത്ത് ഉപ്പും കൂട്ടി അങ്ങോട്ട് തിന്നും. എന്താ രുചിന്ന് അറിയാം മോൾക്ക്? കണ്ടോ, അവിടെ മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ നിനക്ക് നല്ല മധുരത്തോടു കൂടി കഴിക്കാം. അപ്പം പോയിട്ടേ ഈ അടയ്ക്കാമരം കവുങ്ങ് വെട്ടി മുറിച്ച് അതിൻ്റെ ചോറ് തിന്നാൻ പോവാണ്. മോളത് കേട്ടിട്ടുണ്ടാവില്ലേ? അതിരപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി എണ്ണപ്പന കുത്തി മറച്ചിട്ട് അതിൻ്റെ ചോറ് തിന്നുപോയി എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ അടയ്ക്കാമരത്തിൻ്റെ കവുങ്ങിൻ്റെ ഉള്ളിലെ ചോറ്. ഭയങ്കര രുചിയാണ്. പണ്ട് കാലത്തൊക്കെ ഇഷ്ടം പോലെ തെങ്ങിൻ്റെ മണ്ട അത് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഹെഡില്ലേ, അതിൻ്റെ ഹാർട്ട് എന്നൊക്കെ പറയും, അത് വെട്ടിയെടുത്തിട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ തിന്നും. ഒരു 40 വർഷം മുമ്പൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ അപ്പൂപ്പനും തിന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതല്ലേ അപ്പൂപ്പന് ഇതൊക്കെ അറിയുന്നത്. കണ്ടോ, അപ്പോൾ ഞാൻ ഇത് വെട്ടാം. ഇത് അപ്പാപ്പൻ ഇതൊക്കെയാണ് വെട്ടിയിരുന്നത്. അപ്പാപ്പൻ്റെ ഫുഡാണത്. അപ്പാപ്പൻ്റെ ജങ്ക് ഫുഡല്ല കേട്ടാ. നിങ്ങളൊന്ന് വാ, പോരെ, ഇങ്ങോട്ട് വാ, അമ്മാമ്മ ഇങ്ങോട്ട് വാ. എന്നിട്ട് ചീന പപ്പൻ എസ്റ്റൽ ഡൗണിലാക്കുമെന്ന് അവളിനെ. ഡൗണിൽ പോടാ. ഇതാണ് ഈ ഫുഡാണ് തിന്നോണ്ട. അപ്പാപ്പൻ്റെ ഫുഡാണ് അപ്പാപ്പൻ്റെ ഫുഡ്. എന്നാ നിന്നെ ഡൗൺ ആക്കാം. തിരിച്ചുകൊണ്ട് കണ്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ yes. ഞങ്ങളുടെ ഭക്ഷണം വീഡിയോ ഇട്ടോളാം. അത് എന്നിട്ട് കാണിക്കാറുണ്ടാവുന്നു. ഉണ്ട് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കും. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലേ വളമല്ല, വളമാണ്. പിന്നെ ഇതിനൊരു പുതപ്പ് എന്ന് പറയാം. അപ്പം നമ്മളുടെ അടയ്ക്കാമരത്തിൻ്റെ ചോറ് എടുക്കാനുള്ള പണിയാണ് കണ്ടോ. അപ്പം നമ്മൾ വെട്ടി മുറിച്ചിട്ട് ഇതൊക്കെ അടയ്ക്കാമരങ്ങളാണ്. അപ്പം ഞാൻ കുറച്ചധികം നട്ടു വെച്ചേക്കാണ് നമ്മളുടെ ആവശ്യത്തിന് ഇടയ്ക്കിട്ട് ഓരോന്നൊക്കെ വെട്ടി തിന്നാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ അലുവ കഷ്ണം പോലെയാണ് ഇത്. ഇപ്പം നിങ്ങൾ കരിമ്പൊക്കെ തിന്നുന്നുണ്ട്. അപ്പം കരിമ്പിൻ്റെ ഉള്ളിലൊക്കെ നാരുണ്ട്. പക്ഷെ നിങ്ങൾ നാരുണ്ട് ഒന്നുമില്ല, സുഖമായിട്ട് കടിച്ചു മുറിച്ച് തിന്നാം. ഇപ്പൊ ഞാൻ ഇത് കുറച്ച് എൻ്റെ മകൾക്കും ഉണ്ടാവുള്ളൂ കേട്ടോ. ഗർഭിണിക്ക് ഒരു പീസ് കൊടുത്ത് നോക്കാം. അല്ലോ ഒരു പീസ്, ഒരു പീസ് തരാം. പിടിച്ചോ കഴിച്ചോ. നീയൊക്കെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഓർമ്മയില്ല എന്നുള്ളൂ. ഇപ്പം ഞങ്ങളെ പോലുള്ള കൃഷിക്കാരുണ്ടോ, അടയ്ക്കാമര കുറച്ച് കൂടുതൽ കുഴിച്ചിടും. എന്നിട്ട് ആവശ്യാനുസരണം ഇങ്ങനെ വെട്ടി തിന്നണം.
അപ്പൊ അതിരപ്പള്ളിയിലൊക്കെ കാട്ടാനകൾ വന്നിട്ട് നമ്മുടെ ഗണപതിയും അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് വന്നിട്ട് എണ്ണപ്പന കുത്തി മറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോറ് തിന്നും. എന്താ കാരണം? വളരെ സ്വാദിഷ്ടവും പോഷക ഗുണവും ഇതൊക്കെ ഉള്ളതാണ്. അത് ആനകൾക്കറിയാം. അപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഒരു 40 വർഷം മുമ്പൊക്കെ തെങ്ങ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മണ്ട ഇതുപോലെ വെട്ടി തിന്നും. ഇന്നിപ്പോ മലയാളികൾക്ക് അതൊന്നും അറിയില്ല. ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും ഇത് വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് ഒരു പാത്രത്തിൽ വെച്ച് തരും. നമുക്കവിടെ കഴിക്കാം. 100 രൂപ 150 രൂപ. അപ്പോൾ ഉണ്ടോ, ഇതൊക്കെ മലയാളികൾക്ക് എവിടെ നിന്ന് കിട്ടാനെന്ന്. അപ്പം ഞാനൊക്കെ ഇഷ്ടം പോലെ അടയ്ക്കാര തൈകൾ വെച്ച് കൊടുത്തേക്കണം. അപ്പം എൻ്റെ ഇവിടെ ജോലിക്കാർ കുറച്ചുണ്ട്, അവിടെ വീട് പണിയുടെ അവർക്ക് കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. ആ പിടിച്ചോ. പണ്ട് കാലത്തൊക്കെ തെങ്ങിൻ്റെ മണ്ട നമ്മൾ തിന്നാറില്ല, അതന്നെ സാധനം കേട്ടോ. ഇത് കവുങ്ങിൻ്റെ മണ്ട, അതിൻ്റെ കവുങ്ങിൻ്റെ ഹെഡ്, ഹാർട്ട് എന്നൊക്കെ പറയും. ഇതൊന്നും കിട്ടാനില്ല. എവിടെ നിന്ന് കിട്ടുന്നത്? ഒരു കവുങ്ങ് വെട്ടി കഴിഞ്ഞാൽ അത് നശിച്ചു പോയില്ലേ? ആരെ വെട്ടാൻ സമ്മതിക്കുക? അപ്പോൾ തമിഴ്നാട്ടിൽ തായ്ലാൻഡിലൊക്കെ നമ്മുടെ കോക്കനട്ട് ട്രീ അതൊക്കെ ഇതുപോലെ വച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മണ്ട മാത്രം വെട്ടിയെടുത്ത് തിന്നും. അതോടെ ആ തെങ്ങ് നശിച്ചു പോയി. അപ്പോൾ കേരളത്തുകാരൊക്കെ ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഒരു ഭക്ഷണമാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത വീഡിയോകളൊക്കെ കാണാം. ഇത് കാണുന്നവരൊക്കെ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഒരാളുണ്ട്, കൃഷിക്കാരനാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഇവരുടെ മേത്തോട് നമ്മൾ ടെസ്റ്റ് ചെയ്താണ് അങ്ങനെ ഉണ്ടെന്നുള്ളത്. ഈ ധൈര്യമായിട്ട് ഞാൻ ആദ്യമേ തിന്നിട്ടില്ലേ, പിന്നെ തെറ്റാ ഞാൻ കഴിച്ചിട്ടുള്ള. അപ്പൊ ഞാൻ വണ്ടിക്ക് അത് കൊടുക്കണം.